യേശുവെ അറിഞ്ഞിടട്ടെ, എന്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് ദാഹിക്കുന്നു. അവനെ കണ്ടുകൊണ്ടിരുന്ന സാധാരണക്കാരായ ആളുകൾ അവർക്കതിനെ ഫിസിക്കലായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം അവരുടെ ആത്മകണ്ണുകൾ തുറന്നവരല്ല, അവർ ദൃശ്യയാഥാർത്ഥ്യങ്ങളെ മാത്രം മനസ്സിലാക്കുന്നവരാണ്. ആ ദൃശ്യയാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യരെന്ത് ചെയ്തു? ഒരു സ്പോഞ്ച് നിറയെ പുളിച്ച വീഞ്ഞെടുത്ത്, അല്ലെങ്കിൽ കയ്പ് കലർത്തിയ വീഞ്ഞ്, ട്രക്ഡ് വൈനെടുത്ത് അവന് കുടിക്കാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവനെ കുടിപ്പാൻ മനസ്സായില്ല. അവനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവനത് ടേസ്റ്റ് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ടേസ്റ്റ് ചെയ്തപ്പോൾ അവന് കുടിക്കാൻ മനസ്സായില്ല. മത്തായി എഴുതിയിരിക്കുകയാണ്, അതിന് മനസ്സായില്ല. എന്തുകൊണ്ട് മനസ്സായില്ല? അവൻ്റെ മനസ്സായില്ല. ഇറ്റ്സ് ബിക്കോസ് അവൻ ഹ്യൂമൻ വേയിൽ, മാനുഷികമായി എല്ലാ വേദനകളുടെയും പാരമ്യതയിൽ തന്നെ അത് അനുഭവിക്കാൻ അവൻ തയ്യാറായി. അത് ലോക യാഥാർത്ഥ്യങ്ങൾ മാത്രം കാണുന്ന വ്യക്തികളാണ് അവൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭൗതിക യാഥാർത്ഥ്യമായി അതിനെ കണ്ടതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? വീഞ്ഞവന് കുടിക്കാൻ കൊടുത്തത്. പക്ഷേ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ കാൽവറി ക്രൂശിൽ കിടന്ന് പിടയുന്ന യേശു ദാഹിക്കുന്നത് വീഞ്ഞിന് വേണ്ടി മാത്രമല്ല, പ്രത്യുത എന്തിനു വേണ്ടിയാണ്? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മളെയാണ് അവന് ദാഹിക്കുന്നത്. ഇന്നും അവൻ അത് തന്നെയാണ് ദാഹിക്കുന്നത്. ഇന്നും യേശുവിന് ദാഹിക്കുന്നുണ്ട്, ഇന്നും യേശുവിന് ദാഹിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അവൻ്റെ ദാഹം തീർക്കാൻ നമ്മൾ എന്താ കൊണ്ട കൊടുക്കുന്നത്? ദാറ്റ്സ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. അവൻ്റെ ദാഹം തീർക്കാൻ നമ്മൾ എന്താണ് കൊണ്ട കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ അവൻ ദാഹിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അവൻ്റെ ദാഹം തീർക്കാൻ അവൻ നമ്മളെ ദാഹിക്കുന്നു. നമ്മളെ അവന് കുടിക്കാൻ കൊടുക്കുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളെ അവന് കുടിക്കാൻ കൊടുക്കുമോ? ശരീരം കർത്താവിനുള്ളത്, കർത്താവ് ശരീരത്തിനും. നമ്മൾ അവനും, അവൻ നമുക്കും. എൻ്റെ വലിയ മോഹം അവനോടാണ്, അവൻ്റെ വലിയ മോഹം എന്നോടാണ്. ഇന്ന് പകൽ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. തന്നെയല്ല, നമ്മൾ മാത്രമല്ല, നമ്മളെ കുടിച്ചാൽ തീരുന്നതല്ല അവൻ്റെ ദാഹം. ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും അവനാണ് സൃഷ്ടിച്ചത്. എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ അവൻ മരിച്ചത്, ആണോ? എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് സഭയ്ക്കുള്ളിലേക്ക് കയറി വരുന്ന ചർച്ച് ഗോവേഴ്സിന് വേണ്ടി മാത്രമല്ല അവൻ മരിച്ചത്. അവൻ മരിച്ചത് ഈ 5 ഭൂഖണ്ഡങ്ങളിലുമുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് അവൻ്റെ ദാഹം പൂർണ്ണമായും തീർക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? അവരെയൊക്കെ നമ്മൾ അവൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തേലേ പറ്റുള്ളൂ. ഇന്ത്യക്കാരായ ആളുകൾ, ചൈനക്കാരായ ആളുകൾ, ഇന്ത്യയിൽ തന്നെയുള്ള എത്രയോ ആളുകൾ. ഞാൻ വാസ്തവത്തിൽ ഈ ദൈവത്തിൻ്റെ ഈ ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു വലിയ ജ്ഞാനമാണ്. ശരിക്കും ഈ അർബനൈസേഷനും മറ്റും പറയുമ്പോഴത്തേക്ക് എനിക്ക് പട്ടണം ഇഷ്ടമുള്ള ആളല്ല. പട്ടണം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്കും ഇല്ല, എൻ്റെ ഭാര്യയ്ക്കും ഇല്ല, എൻ്റെ മക്കൾക്കും ഇല്ല. അവർക്കെല്ലാം ഗ്രാമം മതി. ഗ്രാമത്തോട് ഭയങ്കര ആഭിമുഖ്യം, എനിക്ക് ഭയങ്കര ആഭിമുഖ്യമാണ്. ഞാൻ ചിലപ്പം പറയാറുണ്ട്, പഴയ ഫ്രേസ്, ഇംഗ്ലീഷിലൊരു ഫ്രേസ് പറയാറുണ്ട്, ഗാഡ് ക്രിയേറ്റഡ് വില്ലേജസ് ആൻഡ് മാൻ മെയ്ഡ് സിറ്റീസ് എന്ന്. ദൈവം ഗ്രാമങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യൻ പട്ടണങ്ങളെ ഉണ്ടാക്കി. അർബനൈസേഷൻ ഇന്നത്തെ വലിയ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ അർബനൈസേഷൻ വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അർബനൈസേഷൻ്റെ വലിയൊരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ? അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പം ബീഹാറിയെയും ഒറീസക്കാരനെയും ആന്ധ്രാക്കാരനെയും ഒക്കെ നിങ്ങളുടെ ഗ്രാമത്തിലും പട്ടണത്തിലും കിട്ടുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. നേരത്തെ ഒരു ബീഹാറിയെ കാണണമെങ്കിൽ നിങ്ങൾ പാറ്റ്നയിൽ ചെല്ലണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബീഹാറിയെ കാണണമെങ്കിൽ പാറ്റ്നയിൽ പോകണ്ട. എവിടെയാ? എറണാകുളത്തും കോഴിക്കോട്ടും. ഒരുപക്ഷെ നിങ്ങളുടെ ഗ്രാമത്തിൽ വരെ പണിയെടുക്കാൻ വരുന്നവൻ ഇപ്പോൾ ബീഹാറിയാണ്. എന്തിനാ കർത്താവ് കൊണ്ട് തന്നെന്നറിയാമോ? അതാ ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാ കൊണ്ട് തന്നത്? നിങ്ങൾക്ക് പണി കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് പണിക്കാരെ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ചിന്തിക്കരുത്. ഇവരെയൊക്കെ യേശുവിന് ദാഹിക്കുന്നു. ഈ ബീഹാറിക്ക് വേണ്ടിയൊക്കെയാണ് യേശു ദാഹിച്ചത്. ഈ ഒറീസക്കാരന് വേണ്ടിയാണ് യേശു ദാഹിച്ചത്. അവൻ ദാഹിക്കുന്ന ആളുകളെയൊക്കെ അവൻ എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുക. എന്തിനാ? എന്നിട്ട് കർത്താവ് പറയാ, എനിക്ക് ദാഹിക്കുന്നെന്ന്. അവനത് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരെ അവന് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഈ അർബനൈസേഷൻ്റെ ഗുണം ഞാനതാ കാണുന്നത്. ഏക ഗുണം, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ഏക ഗുണം, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ
എല്ലാ സ്ഥലങ്ങളിലും അർബനൈസേഷൻ വലിയൊരു പ്രോബ്ലമായിട്ടാണ് ഗവൺമെൻറ്റെല്ലാം കാണുന്നത്. പക്ഷേ ആത്മീയ തലത്തിൽ കർത്താവ് ചെയ്ത ഒരു വലിയ കാര്യമാണ്. യേശുവിൻ്റെ വരവിന് വേണ്ടി ദൈവം ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ വരവ് കാലസമ്പൂർണതയിൽ നടക്കേണ്ടതിന് വേണ്ടി ചരിത്രത്തെ മുഴുവൻ ദൈവം മാറ്റിമറിച്ചിട്ടുണ്ട്. റോമൻ ഭരണവും ഗ്രീക്ക് ഇൻവേഷനും എല്ലാം വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് കഴിയുന്ന രീതിയിൽ. കാരണം 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷീകരണം ഇത്രയും ശക്തമായതിൻ്റെ ഒരു പ്രധാന കാരണം ഗ്രീക്ക് ഭാഷ എല്ലാവരും സംസാരിക്കുന്നതുകൊണ്ടാണ്. ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലക്സാണ്ടർ എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. വൺ വേൾഡ് എന്ന് പറയുന്ന ഏകലോക ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് ലോകം മുഴുവൻ ഗ്രീക്ക് സംസ്കാരവും ഭാഷയും വ്യാപിപ്പിക്കുവാനാണ് അലക്സാണ്ടർ പരിശ്രമിച്ചത്. അത് സുവിശേഷത്തിന് ഗുണമായി. ഇതുപോലെ ഈ അർബനൈസേഷൻ വാസ്തവത്തിൽ എന്ത് സംഭവിക്കുകയാണ്? സുവിശേഷത്തിന് ഗുണമായിരിക്കുകയാണ്. സുവിശേഷത്തിന്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നിപ്പോൾ അവർക്ക് ലാംഗ്വേജ് ഉണ്ട്, അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയും, അവർ നന്നായിട്ട് പഠിച്ചവരാണ്. അങ്ങനെ പഠിച്ചതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതറിയാം. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ കൊച്ചിന് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് അവനെവിടെ പോയാലും രക്ഷപ്പെടുമെന്നാണ്. ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് രക്ഷപ്പെടത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ആ ലാംഗ്വേജ് എൻ്റെ കുടുംബത്തിന് പ്രയോജനമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞിന് അങ്ങനെ ഒരു വിദ്യാഭ്യാസം കർത്താവ് കൊടുത്തത്? എന്തുകൊണ്ട്? പല രാജ്യങ്ങളിലേക്ക് പോകാൻ ദൈവം, പല നാടുകളിലേക്ക് പോകാൻ ദൈവം അവൻ അവസരം കൊടുത്ത് എന്തിനാണെന്നറിയാമോ? അവിടെയൊക്കെ യേശുവിന് ദാഹിക്കുന്ന ആളുകളുള്ളത് കൊണ്ടാണ്. ഞാൻ കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന എൻ്റെ പുസ്തകം ഇവിടെ ഉണ്ട്. അതിനകത്ത് ഞാൻ ഒത്തിരി സ്റ്റോറീസ്, ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ, അതിലൊരു ചരിത്രം ഞാനിവിടെ പറയുകയാണ്. സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചൊരു കാര്യമായതുകൊണ്ടാണ്. നിങ്ങൾ പലർക്കും അറിയാമല്ലോ, PM ഫിലിപ്പ് അപ്പച്ചൻ, പാസ്റ്റർ PM ഫിലിപ്പ്, IPCയിലെ പാസ്റ്റർ PM ഫിലിപ്പ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കർഷകനായ ഒരു വ്യക്തിയായിരുന്നു. പണ്ടത്തെ കർഷകരായ ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഫീസ് കൊടുത്തൊക്കെ, പണ്ട് ഫീസ് കൊടുത്തൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ജന്മിയായിരുന്നു. പക്ഷേ എന്നാലും അക്കാലത്തെ ജന്മിമാർക്ക് പോലും ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടത്ര സാമ്പത്തിക, അവർക്ക് ഇഷ്ടംപോലെ വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മക്കളിൽ പാസ്റ്റർ PM ഫിലിപ്പിനെ മാത്രം പിതാവ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു. ബാക്കിയുള്ളവരെയൊക്കെ മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചു. PM ഫിലിപ്പിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു. അദ്ദേഹത്തിന് 14-15 വയസ്സുള്ളപ്പോൾ ദൈവം അദ്ദേഹത്തെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. PM ഫിലിപ്പ് അപ്പച്ചൻ അന്ന് PM ഫിലിപ്പ് അന്നത്തെ 15 വയസ്സുള്ള ടീനേജ് ബോയ് ആകെപ്പാടെ വിഷമിച്ചു. കർത്താവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, പക്ഷെ പോകാൻ പറ്റുമോ? കാരണം അപ്പൻ ഒരാളെ മാത്രമേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അപ്പൻ്റെ മനസ്സിലെ ചിന്ത എന്തായിരുന്നിരിക്കണം? ഇവൻ നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല ജോലി വാങ്ങിച്ചിട്ട് വേണം വീടിൻ്റെ ഉദ്ധാരണം നടക്കാനായിട്ട്. ഇദ്ദേഹം ഒത്തിരി പ്രയാസപ്പെട്ടു. അദ്ദേഹം തന്നെ പറഞ്ഞ സ്റ്റോറിയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാനത് പെന്തക്കോസ്ത് ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ഒത്തിരി പ്രയാസപ്പെട്ടു. ഈ യുവാവ് ഒത്തിരി പ്രയാസപ്പെട്ടു. എങ്ങനെ ഇതൊന്ന് കൺവേ ചെയ്യും? പിതാവിനോട് എങ്ങനെ ഒന്ന് ചെന്ന് പറയും? അപ്പച്ചാ, കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോകത്തില്ലേ? കാര്യം ഇത്രയും വിദ്യാഭ്യാസം, ഇത്രയും പണമില്ലാത്ത കാലത്ത് പണം കൊടുത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം മോൻ പെട്ടെന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്ത് ആളുകൾക്ക് പ്രയാസമാണ്. പിന്നെ അക്കാലത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ വിഷമിച്ച് ഒരു ദിവസം വളരെ പ്രാർത്ഥിച്ച് ധൈര്യം പ്രാപിച്ച് അപ്പച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ച എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. എന്താ മോനെ? അപ്പച്ചൻ, എനിക്കറിയാം അപ്പച്ചന് പ്രയാസമായിരിക്കും, എന്നാലും ഞാൻ പറയട്ടെ, കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, പൂർണ്ണസമയം. അപ്പച്ചൻ മോനെ അങ്ങ് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ ഇപ്പോഴാ എൻ്റെ മനസ്സിനൊരു സമാധാനമായത്. ചോദിച്ചു, അതെന്താ? ഞാൻ നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് നിന്നെ വിളിക്കാൻ വേണ്ടി. അപ്പച്ച, പിന്നെന്തിനാ എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നത്? എന്നെ ജോലിക്ക് വിടാനല്ലേ? അല്ല, പിന്നെന്തിനാ എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നത്? PM ഫിലിപ്പിൻ അപ്പച്ചൻ്റെ പിതാവ് പൊടിമല മത്തായിച്ചൻ പറഞ്ഞ വാചകം, മോനെ എനിക്കാകെപ്പാടെ മലയാളവും അല്പം തമിഴും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കേരളത്തിലും ഈ തമിഴ്നാടിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് മറ്റ് സ്ഥലങ്ങളിലൊന്നും പോകാനുള്ള വിദ്യാഭ്യാസം എനിക്ക് ഇല്ല. പക്ഷെ നിന്നെ ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നീ ചെന്ന് സുവിശേഷം അറിയിക്കണമെന്ന്. അതിനുവേണ്ടിയാണ് പണമില്ലാതിരുന്നിട്ടും ഞാൻ നിനക്ക് വിദ്യാഭ്യാസം നൽകി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയത്. പ്രിയമുള്ളവരെ,
അങ്ങനെയുള്ള പിതാക്കന്മാർ ഇന്നുണ്ടോ? അതല്ലേ നമ്മുടെ സഭയുടെ വലിയൊരു പ്രശ്നം. പ്രവാചകന്മാർ എന്ന് പറയുന്നു മക്കളിലൂടെ ഒരു ഉദ്ധാരണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മക്കളിലൂടെ ഒരു ഉദ്ധാരണം. എന്തോന്ന് മക്കളിലൂടെയുള്ള ഉദ്ധാരണം? മക്കളിലൂടെയുള്ള ഉദ്ധാരണം എനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്ക് മക്കളിലൂടെ ഒരു ഉദ്ധാരണം ഉണ്ടാകുന്നത്. എനിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ, എൻ്റെ പരിമിതമായ വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യത്തിൽ, എൻ്റെ പരിമിതമായ സാമ്പത്തിക പശ്ചാത്തലത്തിൽ, എൻ്റെ പരിമിതമായ യാത്രാ പശ്ചാത്തലത്തിൽ എൻ്റെ മക്കൾ ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് എനിക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് ചെയ്യുമ്പോഴാണ് മക്കളിലൂടെയുള്ള ഉദ്ധാരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത്. കർത്താവിന് ദാഹിക്കുന്ന അനേകർ. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ മക്കൾ മറ്റൊരു നാട്ടിൽ പോകുന്നുണ്ടോ? കുഞ്ഞുങ്ങളോട് പറയേണ്ട കാര്യമുണ്ട്. മക്കളെ, ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവിൻ്റെ ദാഹം തീർക്കണം. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ദാഹം തീർക്കണം. അവർ പറയരുത്, എടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ചതാ, എന്നെ മറക്കല്ലെന്നല്ല. നിങ്ങളെ മറക്കട്ടെ അവൻ. നിങ്ങളെ മറന്നാലും അവൻ കർത്താവിൻ്റെ ദാഹം തീർക്കുന്ന പൈതലായിരിക്കണം. യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന പൈതങ്ങളായിരിക്കണം. അതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിലുള്ള ഉദ്ധാരണം എന്ന് പറയുന്നത്. കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്ന യേശു കർത്താവ് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താണ് കർത്താവ് പറയുന്നത്? എനിക്ക് ദാഹിക്കുന്നു. ആരെ ദാഹിക്കുന്നു? എന്ത് ദാഹിക്കുന്നു? വെള്ളമാണോ? അല്ല. വീഞ്ഞാണോ? അല്ല. എന്താണ് എനിക്ക് ദാഹിക്കുന്നത്? ഓഫ് കോഴ്സ് അതിൻ്റെ പ്ലെയിൻ തലത്തിൽ നമ്മൾ ആലോചിച്ചാൽ അവൻ വെള്ളം ദാഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആത്മതലത്തിൽ അവൻ ദാഹിക്കുന്നത്, അദൃശ്യ ലോകത്ത് അവൻ ദാഹിക്കുന്നത് എന്താണ്? നമ്മളെ ഓരോരുത്തരെയും. നാം കർത്താവിനും കർത്താവ് എനിക്കും. നമ്മളെ മാത്രമല്ല, ആരെയൊക്കെ? ലോകത്തിലുള്ള സകല ജനങ്ങളെയും. എന്തുകൊണ്ട്? അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ മാത്രമല്ല, ലോകത്തിലുള്ള സകല ജനങ്ങൾക്ക് വേണ്ടിയുമാണ്. അവൻ ഒറീസക്കാർക്ക് വേണ്ടിയും, ഹിമാചൽ പ്രദേശുകാരന് വേണ്ടിയും, കാശ്മീരിക്ക് വേണ്ടിയും, കാബൂളുകാരന് വേണ്ടിയും, പാകിസ്ഥാനിക്ക് വേണ്ടിയും, സൗദി അറേബ്യക്കാരന് വേണ്ടിയും, അറബിക്ക് വേണ്ടിയും, ഈജിപ്ഷ്യന് വേണ്ടിയും, ട്യൂണീഷ്യക്കാരന് വേണ്ടിയും, യഹൂദന് വേണ്ടിയും, അമേരിക്കക്കാരന് വേണ്ടിയും, ടാൻസാനിയക്കാരന് വേണ്ടിയും അവൻ ദാഹിക്കുന്നു. കാരണം അവൻ മരിച്ചത് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ്. അവൻ്റെ ദാഹം തീർക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവൻ്റെ ദാഹം ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, കാൽവറി ക്രൂശിൽ അവൻ കിടക്കുമ്പോൾ മാത്രമല്ല, ഇന്നും യേശുവിന് ദാഹിക്കുന്നു. പക്ഷെ നമ്മളൊരു ദാഹം തീർക്കണം. നമ്മൾ 6-ാമത്തെ തിരുമൊഴിയിലേക്ക് നമ്മളൊന്ന് പ്രവേശിച്ച് നിൽക്കുകയാണ്. അവിടെ തുടങ്ങുന്ന 1-ാമത്തെ കാര്യം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി. സകലതും നിവൃത്തിയായി എന്നാണ് അവിടെ കാണുന്നത്. നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഐ ആം ഫിനിഷ്ഡ് എന്നല്ല പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞാൻ തീർന്നെന്നല്ല പറയുന്നത്, എനിക്ക് ചെയ്തു തീർക്കാൻ തന്നതെല്ലാം ഞാൻ ചെയ്തു തീർത്തു. സകലതും നിവൃത്തിയായി. പലപ്പോഴും ആളുകൾ മരിക്കുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം തീരുകയാണ്, അല്ലേ? ഒരാൾ മരിക്കുമ്പോഴത്തേക്ക് നോർമലി വാട്ട് ഹാപ്പൻസ്? അവന് പിന്നീട് എന്താ, പല കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് മരിക്കാനുള്ള പേടി എന്നറിയാമോ? ഇനിയും പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ്. എന്റെ ഭാരതം യേശുവേ അറിഞ്ഞിടട്ടെ, എന്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ
യേശുവിനായി തീരട്ടെ. അന്ധവിശ്വാസങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ, ജാതീയ മതിൽ കെട്ടും തകർന്നിടട്ടെ, ഉച്ചനീചത്വങ്ങൾ തകർന്നിടട്ടെ. അന്ധവിശ്വാസങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ, ജാതീയ മതിൽ കെട്ടും തകർന്നിടട്ടെ, ഉച്ചനീചത്വങ്ങൾ തകർന്നിടട്ടെ. ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ. ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമൻ ആൻഡ് ദീവ്, ദാദ്ര നഗർ ഹവേലി, ആൻഡമാൻ നിക്കോബാറും ചണ്ഡീഗഡും യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. കഴിവും താലന്തും ഉള്ളവരെ നൽകുക ആയുസ്സന്നേശുവിനായി, സുവിശേഷത്തിൻ അഗ്നിനാളവുമായി ആയിരങ്ങൾ ഇറങ്ങത്തിനിയും. കഴിവും താലന്തും ഉള്ളവരെ നൽകുക ആയുസ്സന്നേശുവിനായി, സുവിശേഷത്തിൻ അഗ്നിനാളവുമായി ആയിരങ്ങൾ ഇറങ്ങത്തിനിയും. ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ. ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ.